ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൊച്ചു കൂട്ടുകാരും ആഹാരമൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ടിരിക്കുമായിരിക്കും അല്ലേ? ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നോ നിങ്ങൾ? സോറി കേട്ടോ, ഞാൻ എൻ്റെ ചെറിയ ക്ലാസ്സിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇന്നലെ നിങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അറിയാമായിരുന്നോ? അതെ, ജൂൺ 5 അല്ലേ? എന്താ കൂട്ടുകാരെ ജൂൺ 5ൻ്റെ പ്രത്യേകത? അതെ, ഇന്നലെ ലോക പരിസ്ഥിതി ദിനമായിരുന്നു അല്ലേ? എത്ര കൂട്ടുകാർ അത് ആഘോഷിച്ച് സ്കൂളിൽ പോയി? കൂട്ടുകാർക്കൊക്കെ സ്കൂളിൽ നിന്ന് ചെറിയ ചെറിയ ചെടിത്തൈകളൊക്കെ കിട്ടിയോ? അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ട് നട്ടോ? അതിനി എന്നും വെള്ളമൊക്കെ ഒഴിച്ച് അതിനെ നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ കൂട്ടുകാർ ശ്രമിക്കണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നലെ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? ഓർമ്മയുണ്ടോ? അതെ, ഇന്നലെ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളായിരുന്നു പഠിച്ചത്. അതിനു മുമ്പ് നമ്മൾ എന്ത് പഠിച്ചു? സ്വരാക്ഷരങ്ങൾ പഠിച്ചു അല്ലേ? അപ്പോൾ വ്യഞ്ജനാക്ഷരങ്ങളിൽ എവിടെ വരെയായിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചേ? അതെ, ക, ഇഖ, ഗ, ഇഖ, ങ. പിന്നെന്ത് പഠിച്ചു? ച, ഇച്ഛ, ച, ഇച്ഛ, ഞ. ഇതുവരെയായിരുന്നു നമ്മൾ പഠിച്ചത്. അപ്പൊ കായ്ക്ക കായ്ക്ക ങ്ങായിൽ ഞാൻ പറഞ്ഞു ചില വാക്കുകളും ഒക്കെ ഞങ്ങൾ പറഞ്ഞായിരുന്നു അല്ലേ? എന്താ വാക്കുകൾ ഞാൻ പറഞ്ഞേ? കാ വെച്ചുള്ള വാക്കുകൾ ഏതാന്നായിരുന്നു കൂട്ടുകാരോട് ഞാൻ പറഞ്ഞേ? അതെ, കട അല്ലേ? കട എന്നുള്ള വാക്ക് ഞാൻ കാ വെച്ച് പറഞ്ഞു തന്നായിരുന്നു. പിന്നെ കുട ഒക്കെ കാ വെച്ചുള്ള വാക്കുകളാണ്. കട, കുട ഇതൊക്കെ കാ വെച്ചുള്ള വാക്കുകളാണ്. കട നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായിരിക്കും. കാരണം സ്കൂളിൽ നിന്ന് വരുമ്പോഴേ അമ്മ എനിക്ക് മാഗി വേണം, എനിക്ക് ചോക്ലേറ്റ് വേണം എന്നൊക്കെ പറഞ്ഞായിരിക്കും ചില കൂട്ടുകാർ വരുന്നത് അല്ലേ? പക്ഷെ കൂട്ടുകാരെ ഒന്ന് ഓർക്കണം, ബേക്കറി സാധനം ഒരുപാട് കഴിക്കുന്നത് അഴുക്കാണ് കേട്ടോ. എപ്പോഴും നമുക്ക് നല്ലത് നമ്മുടെ വീട്ടിൽ അമ്മമാരുണ്ടാക്കി തരുന്ന നല്ല നാടൻ ആഹാരമാണ്. അത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം എപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരിക്കും. അതുകൊണ്ട് കൂടുതലും ബേക്കറി സാധനം ഒഴിവാക്കി കടകളിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ വേണ്ടാന്നൊന്ന് വെച്ച് എന്നിട്ട് വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പലഹാരങ്ങളൊന്ന് കഴിച്ചു നോക്കി. നിങ്ങളുടെ ആരോഗ്യം എന്ന് നന്നായിരിക്കും. അപ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് വിട്ടുപോയി. കാ വെച്ച ഏതൊക്കെ വാക്കാണ്? കട, കുട. പിന്നെ ഏത് വാക്കായിരുന്നു ഞാൻ പഠിപ്പിച്ചത്? അതെ, ഇഖയായിരുന്നു അല്ലേ? ഇഖ വെച്ച് ഏത് വാക്കുണ്ട്? നഖം, മുഖം. ഇതൊക്കെ ഇഖ വെച്ചുള്ള വാക്കാണ്. മുഖം എന്ന് പറയുമ്പോൾ കൂട്ടുകാർക്ക് ഒരിക്കലും മറക്കാൻ വഴിയില്ല അല്ലേ? നമ്മളൊക്കെ എപ്പോഴും നമ്മുടെ ഇഷ്ടപ്പെടുന്ന ഏതാണ്? മുഖം നമുക്ക് എപ്പോഴും ഇഷ്ടമാണ് നമ്മുടെ അല്ലേ? കൂട്ടുകാർക്കൊക്കെ ഏറ്റവും ഇഷ്ടം കണ്ണാടി നമ്മുടെ മുഖം നോക്കാനായിരിക്കും അല്ലേ? അപ്പം മുഖം ഒരിക്കലും നമ്മൾ മറക്കില്ല. പിന്നെ ഏതായിരുന്നു? ഗ. ഗ വെച്ച് ഏത് വാക്കാണുള്ളത്? അതെ, ഗധ. ഗധ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന ആരെയാണ്? അത് നമ്മുടെ സാക്ഷാൽ ഹനുമാനെയാണ്. ഗധ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹനുമാന്റെ കയ്യിലാണ് ഗദ ഇരിക്കുന്നത് അല്ലേ? അപ്പൊ ഹനുമാനെ ഓർക്കുമ്പോൾ ഗ വെച്ചുള്ള വാക്ക് ഏത്? ഗദയെ ഓർക്കണം അല്ലെ? ഗദ പഠിക്കാൻ എളുപ്പം ഹനുമാനെ ഓർക്കണം. ഇപ്പം കൂട്ടുകാർക്ക് മനസ്സിലായോ? ക, ഇഖ, ഗ. പിന്നെ ഇഖ. ഇഖ വെച്ച് എന്തായിരുന്നു? അതെ, നമുക്ക് എപ്പോഴും അത്യാവശ്യമായ ഒരു സാധനമാണ് ഇഖ വെച്ചുള്ളത്. ഏതാണ്? ഘടികാരം. ഘടികാരം എന്ന് പറയുമ്പോൾ പോയാൽ തിരിച്ചു കിട്ടാത്ത ഒരേ ഒരു സാധനമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. അതായത് സമയം. നമുക്ക് ഒരിക്കലും സമയം നഷ്ടപ്പെട്ടു പോയാൽ ആ സമയത്തെ തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഏറ്റവും വിലപ്പെട്ടതാണ് സമയം. അപ്പൊ ആ സമയം അറിയാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഘടികാരം. പിന്നെ ഏതായിരുന്നു ഞാൻ പഠിപ്പിച്ചത്? ങ വെച്ച് എന്തായിരുന്നു? അതെ, ഞാൻ എന്താ പഠിപ്പിച്ചത്? രാത്രി മാത്രം ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, മൂങ്ങ. മൂങ്ങ. പിന്നെ 3 കണ്ണുള്ളൊരു സാധനവും ഉണ്ട്. ഏതാണ്? തേങ്ങ. കൂട്ടുകാരി വീട്ടിൽ തേങ്ങയൊക്കെ ചിരകുമ്പോഴും തേങ്ങയൊക്കെ പൊതിക്കുമ്പോഴും പോയി ശ്രദ്ധിച്ചിട്ടുണ്ടോ? തേങ്ങയ്ക്ക് 3 കണ്ണില്ലേ? അത് തേങ്ങ. അപ്പം ങ വെച്ച് എന്തൊക്കെയാണ് പറയുന്നത്? തേങ്ങ, മൂങ്ങ. പിന്നെ ഞാൻ എന്തായിരുന്നു പഠിപ്പിച്ചത്? ച അല്ലേ? ച വെച്ച് ഏത് വാക്കായിരുന്നു? ച വെച്ച് ഛത്രം എന്ന് പറയുന്ന അടുത്ത വാക്ക് ഏതായിരുന്നു? ച അല്ലേ? ച വെച്ച് ഏതാണ്? ചക്ക. കൂട്ടുകാർക്കൊക്കെ ചക്ക ഇഷ്ടമാണോ? അത് എന്ത് ചക്കയാ? പഴുത്ത ചക്കയാണോ? അത് നല്ല പുഴുക്ക് വെച്ച് തിന്നുന്ന ചക്കയാണോ? ഏതാ കൂട്ടുകാർക്ക് ഇഷ്ടം? കൊച്ചു കൂട്ടുകാർക്ക് എപ്പോഴും പഴുത്ത ചക്ക നല്ല മധുരത്തോടൊക്കെ ആയിരിക്കും താല്പര്യം അല്ലേ? അപ്പൊ ച വെച്ചുള്ള വാക്ക് ഏതാണ്? ചക്ക. പിന്നെ ഏതാണ്? ഇച്ഛ. ഇച്ഛ വെച്ചുള്ള വാക്ക് ഏതാണ്? ഛായ. ഛായ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ കൂട്ടുകാർക്ക്? നമ്മളുടെ പ്രതിബിംബങ്ങളെയാണ് നമ്മൾ ഛായ എന്ന് പറയുന്നത്. പ്രതിബിംബം എന്ന് വെച്ചാൽ എന്താ? അതായത് നമ്മളിപ്പോൾ ഒരു കണ്ണാടി നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണുന്നു. അത് നമ്മുടെ ഛായയാണ്. അതിനെയാണ് നമ്മൾ ഛായ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? ജ. ജ വെച്ചുള്ള വാക്ക് ഏതാണ്? ജനൽ. പിന്നെ ഏതായിരുന്നു? ഇച്ഛ. ഇച്ഛ എന്ന് വെച്ചാൽ എന്താണ്?
ചക്ഷം. എന്താ ചക്ഷം എന്നറിയാ കൂട്ടുകാർക്ക്? അതെ, നമ്മുടെ മീനില്ലേ, വെള്ളത്തിലൂടെ അടിയിലൂടെ പോകുന്ന മീനിനെയാണ് ചക്ഷം എന്ന് പറയുന്നത്. പിന്നെന്താ ഉണ്ട്? ഞാ വെച്ചുള്ള വാക്ക് ഏതാണ്? ഞണ്ട്. ക്രാബ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഞണ്ട്. ഞണ്ടിനെ പല കൂട്ടുകാർക്കും ഇഷ്ടമാണ്. കടപ്പുറത്തൊക്കെ പോകുമ്പോൾ ഞണ്ടെന്ന് പറയുമ്പോൾ ഇവിടെ എൻ്റെ മകൻ്റെ കാര്യം തന്നെ ഞാൻ പറയാം. അവൻ ബീച്ചിൽ പോയാൽ ഫസ്റ്റ് നോക്കുന്നത് ഇവിടുന്ന് പോകുമ്പോഴേ അവനൊരു പാത്രം കൊണ്ടായിരിക്കും പോകുന്നത്. എന്തിനാണെന്നറിയാവോ? അവിടെ ചെന്ന് മണ്ണിനടിയിൽ നിന്ന് ഞണ്ടിനെ പിടിക്കണമെന്ന് പറഞ്ഞ്. പക്ഷെ സംഭവം കിട്ടുമൊന്നുമില്ല. പക്ഷെ അവനങ്ങ് പാത്രവുമായിട്ട് അങ്ങ് ചെല്ലും. അത് അവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പോൾ കൂട്ടുകാർക്കും അതുപോലാണെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ബീച്ചിൽ പോകുമ്പോഴേ ഞണ്ടിനെ പിടിക്കണമെന്ന് വരുന്ന കുറെ കൂട്ടുകാർ. അങ്ങനെ ഞണ്ടിനെ പിടിക്കാൻ പാത്രം കൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ മോൻ്റെ സ്വഭാവമുള്ള കൂട്ടുകാർ നിങ്ങൾക്കിടയിൽ ഉണ്ടോ എന്നൊന്ന് അറിയാൻ വേണ്ടിയാണ്. പിന്നെ ഇത്രയുമാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ക ഇഖ ഗ ഇഖ ങ ച ഇച്ച ഝ ഇച്ച ഞ ഇത്രയും പഠിച്ചു അല്ലേ? ഇനി നമ്മൾ ഏതാണ് പഠിക്കാൻ പോകുന്നത് വെച്ചാൽ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇത്രയും ഞാൻ പറഞ്ഞപ്പോഴത്തേക്ക് കൂട്ടുകാരെല്ലാം ബോറടിച്ച് കാണും അല്ലേ? എനിക്കതറിയാം. കാരണം ആഹാരമൊക്കെ കഴിച്ചൊന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും. അന്നേരമാണ് ഞാൻ ശല്യമായിട്ട് വരുന്നത് കരുതല്ലേ കേട്ടോ. നിങ്ങൾക്കൂടി ഉപകാരമാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ കൂട്ടുകാർ ശല്യമാണെന്ന് കരുതിയില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ആരും മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ പ്രയോജനങ്ങളുണ്ട്. ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ ഞങ്ങൾക്കിടയിൽ നിന്ന് നിങ്ങളിലേക്ക് വരും. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് തുടങ്ങാം. എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? കായ്ക്ക കായ്ക്കങ്ങ ചായച്ച് ചായച്ചഞ്ഞ. ഇനി എന്താണ്? അതേ, ട ഇഠ ഡ ഇഠ ണ. നമുക്ക് നോക്കാം. എഴുതി ശ്രദ്ധിച്ചോണേ. ഫസ്റ്റ് എഴുതാൻ പോകുന്നത് ട. എങ്ങനെയാണ് ട എഴുതുന്നത് കൂട്ടുകാരെ? അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ എഴുതിയാൽ അത് ടായാണ്. ട കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ? അതെ. ഇനി അടുത്ത അക്ഷരം ഏതാണെന്നറിയാവോ? ഇതുപോലൊരു വലിയ പൂജ്യമിട്ട അതിന് ഇട്ട എന്ന് വരും. ട ഇട്ട. പിന്നെ ഏത് വാക്കാണ് അടുത്തത്? അടുത്ത വാക്കെന്ന് പറയുന്നത് ഡ. ഏതാണ് ഡ? എങ്ങനെയാണ് എഴുതുന്നത്? ഇങ്ങനെ റാ പോലെ വന്ന് മണ്ടയ്ക്കോട്ട് കയറ്റി അടുപ്പിച്ച് രണ്ട് യു ഷേപ്പ് പോലെ ഇട്ട് അതിനെ ഡ എന്ന് പറയും. ഇനി അടുത്തത് ഇട്ട. ഇട്ട എങ്ങനെയാണ് എഴുതുന്നത്? അതുപോലെ തന്നെ വന്ന് പിന്നെയും മണ്ടയ്ക്കോട്ട് കയറ്റി ഒരു പുനപ്പിടണം. അന്നേരം അത് ഇട്ടയാവും. പിന്നുള്ളത് ഏതാണ്? ന. ന എങ്ങനെയാണ് കൂട്ടുകാരെ? കെട്ടുപുള്ളി ഇടില്ലേ? അതുപോലെ കെട്ടുപുള്ളി ഇട്ട് രണ്ട് റ അതിനോട് അടുപ്പിച്ച് ചേർത്തിട്ട അതിനെ ന എന്ന് പറയും. അപ്പൊ ഏതൊക്കെ വാക്ക് നമ്മൾ പഠിച്ചു? ഠ ഇട്ട ഡ ഇട്ട ന. ടാ വെച്ച് എന്തെല്ലാം വാക്കുകളുണ്ട് കൂട്ടുകാരെ? അതേ, നമ്മൾ കടയുടെ പറഞ്ഞതുപോലെ കുട. ടാ വെച്ചതുണ്ട് കുട. കടയൊക്കെ ടായിലും നമുക്ക് ഇൻവോൾവ് ചെയ്യാം. പിന്നെ ഏതാണ്? ഇട്ട വെച്ച് എന്താ വാക്കുണ്ട്? അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇട്ട വെച്ചുള്ള വാക്ക് ഏതായാലും കൂട്ടുകാരെ മറക്കാൻ സാധിക്കില്ല. കാരണം മിഠായി. മിഠായി ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ? അപ്പം മിഠായി. ടാ വെച്ച് ഏതാണ്? മിഠായി. ഇനി ഡാ വെച്ച് ഏതാണ് വരുന്നത് എന്നറിയാമോ? ഡാ വെച്ചുള്ള വാക്ക് ഏതാന്ന് കൂട്ടുകാർക്കൊന്ന് പറയാൻ പറ്റുമോ? അതെ, ഡാ വെച്ചുള്ള വാക്കുകളൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടാറില്ല. അപ്പം ഡാ വെച്ചുള്ള വാക്കെന്ന് പറയുന്നത് ഡെപ്പി. കേട്ടിട്ടില്ലേ? ചെറിയ ഡെപ്പി കുപ്പികളെയാണ് ഡെപ്പി എന്ന് പറയുന്നത്. പിന്നെ ഇഠ വെച്ചുള്ള വാക്ക് ഏതാണ്? ഢക്ക. ഢക്ക എന്ന് വെച്ചാൽ നമ്മുടെ തബലയില്ലേ, തബല. നിങ്ങൾ ഏതെങ്കിലും കൂട്ടുകാർ തബല പഠിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എളുപ്പം മനസ്സിലാവും. തബലയാണ് ഢക്ക എന്ന് പറയുന്നത്. പിന്നെ ഏതാണ്? നാ വെച്ച് ഏതാണ്? ഇപ്പോഴേ 5 വയസ്സ് തൊട്ടേ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ സംഗീതം പഠിക്കുന്നുണ്ട്. അപ്പം നിങ്ങളിൽ പകുതി പേര് സംഗീതം പഠിക്കുന്നവരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ ഢക്ക നാ വെച്ചുള്ള വീണ. വീണയൊക്കെ ആ കൂട്ടുകാർക്ക് പ്രത്യേകം മനസ്സിലാവും. വീണ വായിക്കുന്ന കേട്ടിട്ടില്ലേ കൂട്ടുകാര്? അപ്പോൾ നാ വെച്ച വീണ. അപ്പൊ ഏതൊക്കെയാണ്? ടാ ഇട്ട ഡ ഇട്ട ണ. ടാ വെച്ച് ഏത് വാക്കാണ്? കുട. ഠ വെച്ച് ഏത് വാക്കാണ്? മിഠായി. ഡാ വെച്ച് ഏത് വാക്കാണ്? ഡെപ്പി. ഇഠ വെച്ച് ഏത് വാക്കാണ്? ഢക്ക. നാ വെച്ച് ഏത് വാക്കാണ്? ഏത് വാക്കായിരുന്നു? വീണ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ത ഇഥ ദ ഇഥ ന. ഏതൊക്കെ വാക്കാണ്?
ത ഇത്ത ദ ഇത്ത ന. ഞാനതിലൂടെ ഒന്ന് എഴുതാമേ. സോറി, അതിന്റെ മഷിയുടെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ത ഇത്ത ദ ഇത്ത ന. കണ്ടോ? അതായത് ത എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റാ പോലെ വന്നിട്ട് അകത്തോട്ട് കയറ്റി വെളിയിലിറക്കിയ തായായി. ദ എങ്ങനെയാണ്? ഇങ്ങനെ താളെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അകത്തോട്ട് കയറ്റിയ ഇത്തയായി. ത ഇത്ത. ദ എങ്ങനെയാണ്? നമ്മളെ ബി ഒക്കെ എഴുതില്ലേ? അല്ല, റാ പോലെ വന്നിട്ട് ഇങ്ങനെ അകത്തോട്ട് രണ്ട് കുനിപ്പിട്ടാൽ അതിനെ ത ഇത്ത ദായായി. ഇനി ഇദ്ധ എങ്ങനെയാണ്? നമ്മൾ ഡബ്ല്യു ഇംഗ്ലീഷിൽ എഴുതില്ലേ? ആ ഡബ്ല്യു എഴുതുന്ന പോലെ എഴുതിയാൽ അതിനെ ഇദ്ധ എന്ന് പറയും. ന എന്ന് പറയുമ്പോൾ രണ്ട് റാ ചേർത്ത് എഴുതിയാൽ തന്നെ ന എന്ന് പറയും. ത ഇത്ത ദ ഇത്ത ന. അപ്പൊ എന്തൊക്കെ പറയാം? താ വെച്ച് ഏത് വാക്കുണ്ട് കൂട്ടുകാരെ? അതെ, താ വെച്ചുള്ള വാക്കാണ് തത്ത. തത്തമ്മ ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടോ? എല്ലാ കൂട്ടുകാർക്കും തത്തമ്മ ഇഷ്ടം അല്ലേ? എന്താ തത്തമ്മയുടെ പ്രത്യേകത? തത്തമ്മയെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കാര്യം എന്താ? നല്ല ഇളം പച്ച കളറും അതിൻ്റെ ചുണ്ടിനോ നല്ല ചുവപ്പ് നിറവും അതിനെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. കൃഷിയിടങ്ങൾ ഉള്ളിടത്താണ് കൂടുതൽ നമ്മൾ തത്തമ്മയെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അതിൻ്റെ ചുണ്ടിൽ നല്ല ചുവപ്പ് നിറമാണ്. എനിക്കറിയില്ല, ഞാൻ ഉൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ ഇനി അതുകൊണ്ടാണ് ചുണ്ടിൽ ലിപ്സ്റ്റിക്കും അങ്ങനെയുള്ള ചുമന്ന ചായമഷികളൊക്കെ ചേർക്കുന്നതെന്ന് ഒന്ന് ചുവന്നൊക്കെ ഒന്ന് ചുണ്ടോട്ടെ, തത്തമ്മയെ പോലൊക്കെ ഭംഗി വെച്ചോട്ടെ എന്ന് കരുതിയൊക്കെ ആയിരിക്കും. ഇതൊരു തമാശ പറഞ്ഞാണ് കേട്ടോ. ഇനി അതിനെ കയറി ആരും പിടിക്കല്ലേ. ഓക്കെ. ഇദ്ധ വെച്ച് എന്താണ്? ഇദ്ധ വെച്ച് രഥം. കണ്ടിട്ടില്ലേ രഥം? പണ്ടത്തെ രാജാക്കന്മാരൊക്കെ പോയിരുന്ന വാഹനമായിരുന്നു. ഇന്നത്തെ ബൈക്കിനും കാറിനും ഒക്കെ പകരം പണ്ടത്തെ രാജാക്കന്മാർ, പുരാണത്തിലൊക്കെയുള്ള രാജാക്കന്മാർ പോയിരുന്നത് നമ്മുടെ രഥത്തേലായിരുന്നു. രഥത്തിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ രണ്ട് കുതിരകൾ ഉണ്ടായിരിക്കും. കുതിരകൾക്ക് കടിഞ്ഞാൻ കാണും. അതിങ്ങനെ വലിച്ചാണ് ആ രഥം ഓടിക്കുന്നത്. മഹാഭാരതമൊക്കെ അമ്മൂമ്മമാർ കഥ പറഞ്ഞു തന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കറിയാം. മഹാഭാരതം രാമായണമൊക്കെ കഥ പറഞ്ഞു തന്ന അമ്മൂമ്മമാരുള്ള കൂട്ടുകാരാണ് വീട്ടിൽ. അപ്പോൾ അവർക്കറിയായിരിക്കും. അതിനകത്ത് അവർ കഥ പറഞ്ഞു തരുമ്പോൾ അതിൽ രഥത്തിൽ വരുന്ന ശ്രീരാമനെയും രഥത്തിൽ വരുന്ന ശ്രീകൃഷ്ണനെയും പറ്റിയൊക്കെ നമ്മുടെ അമ്മൂമ്മമാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം രഥം എന്ന് പറയുമ്പോൾ കൂട്ടുകാർ മറക്കാനിടയില്ല. അടുത്തത് ഏതാണ്? ദാ വെച്ച് ഏതാണ്? അതേ, ദാ വെച്ച് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ദാ വെച്ചത്. ദന്തം. എന്താ ദന്തം എന്നറിയാമോ? നമ്മുടെ പല്ലിനെയാണ് ദന്തം എന്ന് പറയുന്നത്. അതായത് കൂട്ടുകാരൊക്കെ പല്ല് നല്ല അടിപൊളി പല്ലാണോ? നല്ല വെളുത്ത് നല്ല തൂവെള്ള കളറിലെ നല്ല നിരനിരയായിട്ടുള്ള പല്ല്. നമ്മുടെ അച്ഛനന്മാരൊക്കെ നമ്മളോട് പറയും, അച്ഛനും അമ്മയൊക്കെ പറയും, പല്ലായ നല്ല തൂവെള്ള പോലെ നല്ല മുല്ലമുട്ട് പോലെ ഇരിക്കണമെന്നൊക്കെ പറയും. അതിന് പറഞ്ഞു വരുന്ന പല്ലുകളൊക്കെ നല്ല പല്ലുകളാണോ എന്നൊക്കെ പറയാറില്ലേ? അപ്പം പല്ലിനെയാണ്. പിന്നെ ആ പല്ല് എപ്പോഴും നല്ല തൂവെള്ള കളറിൽ നല്ല മുല്ലമുട്ട് പോലെ ഇരിക്കണമെങ്കിൽ രാവിലെയും വൈകിട്ടും മുടങ്ങാതെ നമ്മൾ നമ്മുടെ പല്ല് തേക്കുകൂടി ചെയ്യണം. അപ്പോഴാണ് ആ പല്ലിന് നമുക്ക് അഴക് വരുന്നത്. അപ്പം അതുകൊണ്ട് പല്ലിന്റെ കാര്യം പറയുമ്പോൾ ദാ എന്നുള്ള വാക്ക് ദന്തം, അതൊരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. പിന്നെ ഇദ്ധ വെച്ച് എന്താണ്? ഞാൻ രഥത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഈ ഇദ്ധ വെച്ചുള്ള വാക്ക് മറക്കാൻ കഴിയില്ല. ധനുസ്. എന്താ ധനുഷ്? ധനുസ് എന്ന് വെച്ചാൽ നമ്മുടെ അമ്പില്ലേ, അമ്പിനെയാണ് ധനുസ് എന്ന് പറയുന്നത്. ധനുസ് എന്ന് പറയുമ്പോൾ ശ്രീരാമനെയൊക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ? ശ്രീരാമനെ ഇങ്ങനെ മനസ്സിൽ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കിയേ. കാണുമ്പോൾ നമുക്ക് ശ്രീരാമന്റെ പുറകിൽ ഇങ്ങനെ ധനുസ് വെച്ചേക്കുന്നത് നമുക്ക് ഓർമ്മ വരുന്നത് അല്ലേ? അപ്പം ധനുസ് എന്ന് പറയുമ്പോൾ അമ്പിനെയാണ് നമ്മുടെ അമ്പിന്റെ ബില്ലില്ലേ, ഇങ്ങനെ പിടിക്കുന്ന ബില്ല്, ആ ബില്ലിനെയാണ് ധനുസ് എന്ന് പറയുന്നത്. അമ്പല്ല, ആ ബില്ലിനെയാണ് ധനുസ് എന്ന് പറയുന്നത്. ആ ബില്ല് ഇങ്ങനെ പിടിച്ചിട്ടാണ് നമ്മൾ അമ്പ് അതിരി വെച്ച് ലക്ഷ്യമിട്ട് വലിച്ചു വിടുന്നത്. അപ്പോൾ ആ ബില്ലിനെ നമ്മൾ എന്ത് പറയും? ധനുസ് എന്ന് പറയും. കൂട്ടുകാർ മറക്കല്ലേ. ശ്രീരാമനും മറ്റു പുരാണ കഥകളിലെ ആൾക്കാരും ഒക്കെ യൂസ് ചെയ്തിരുന്ന ആ ബില്ല് പോലത്തെ സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ധനുസ് എന്ന് പറയുന്നത്. പിന്നീട് വാക്കാണ് നാ വെച്ചുള്ള വാക്ക് ഏതാണ് കൂട്ടുകാരെ? നിങ്ങൾക്കറിയാമോ? അതെ, നാ വെച്ചുള്ള വാക്ക് എന്ന് പറയുമ്പോൾ നരി. കേട്ടിട്ടില്ലേ? നരി എന്ന് കേട്ടിട്ടില്ലേ? അതെ, കുറുക്കനെയൊക്കെയാണ് നമ്മൾ നരി എന്ന് പറയുന്നത്. കുറുക്കനെ നാ വെച്ചുള്ള വാക്ക് ഏതായിരുന്നു? നഖം. നഖമെന്നും നാരങ്ങയെന്നും രണ്ട് വാക്കുകൾ നാ വെച്ച് പറയാം. നാരങ്ങ കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിരിക്കും. നമ്മളൊന്ന് വെയിലത്തൊക്കെ പോയിട്ടൊന്ന് ക്ഷീണിച്ച് വരുമ്പോൾ നമ്മൾക്ക് ഇച്ചിരി നാരങ്ങ വെള്ളം കുടിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അപ്പം നാരങ്ങ.
കൂട്ടുകാർ വീട്ടിലൊക്കെ നാരകം ഉള്ളവരുണ്ടോ? കൂട്ടുകാർക്കൊക്കെ നാരങ്ങ എന്ന് പറയുമ്പോൾ സോഡാ സർബത്ത്, കുലുക്കി സർബത്ത് ഒക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത് അല്ലേ? അത് മാത്രമല്ല നമുക്ക് കിട്ടുന്ന ഒരുമാതിരി എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ വരെ നാരങ്ങയുടെ അംശങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നാരങ്ങ നമ്മുടെ സ്ഥിര ജീവിതങ്ങളിൽ ഒരിക്കലും മാറ്റിപ്പെടാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പം നാരങ്ങ മറക്കാൻ വഴിയില്ല. നാരങ്ങ ജ്യൂസ് ഇഷ്ടപ്പെടാത്ത കുഞ്ഞുങ്ങൾ കാണില്ല അല്ലേ? അപ്പം വെച്ച് നാരങ്ങ, പിന്നെ നഖം. കൂട്ടുകാരെ, പല്ലിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ നഖവും ഇമ്പോർട്ടൻ്റ് ആണ്. നഖം എപ്പോഴും വെട്ടി വൃത്തിയായിട്ട് സൂക്ഷിക്കണം. നമ്മുടെ ശുചിയുടെ കാര്യത്തില് നഖവും പല്ലും ഒക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് കൂട്ടുകാർക്ക് ഞാൻ അതുകൂടി പറഞ്ഞു തന്നേ ഉള്ളൂ. കൂട്ടുകാരൊക്കെ ഇപ്പോൾ ഒരുപാട് മുഷിഞ്ഞു കാണും ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ. അപ്പൊ ഞാൻ ഇതൊന്നുകൂടി പറഞ്ഞിട്ട് ഞാൻ തന്നെ നിർത്തിയേക്കാവേ. ട ഇട്ട ദ ഇട്ട ന. ട ഇട്ട ദ ഇട്ട ന. ഇത് വെച്ചുള്ള ഓരോ വാക്കുകളും കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവണേ. കാരണം നാളത്തേക്ക് ഞാൻ വരുമ്പോൾ ഇതൊക്കെ ഒന്ന് റിമൈൻഡ് അടിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളോട് മനസ്സിൽ പറഞ്ഞു നോക്കണം കേട്ടോ. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ മുമ്പേ പറഞ്ഞതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂട്ടുകാർ മറക്കരുത് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ കൊണ്ട് ഞാൻ പോവുകയാണ്. ഓക്കെ.